ഞങ്ങൾക്ക് 5 ടിക്കറ്റ് വേണം. എത്ര വെച്ച് വേണം? ഒരു കാര്യം ചെയ്യ്, 55 വെച്ചെടുത്തോ. വേഗാട്ടെ, സ്ഥിരം പാർട്ടി വേറെ ഉള്ളതാ. എന്താണ് എല്ലാവരും ഭയങ്കര ആലോചന? കൃഷ്ണകുട്ടി ശൂലം കുത്തിയിട്ടുണ്ടോ? ശൂലോ? ആ, ഈ കാവടിക്ക് കുത്തണതേ. പിന്നെ നാട്ടിലെ പ്രധാന കുത്തുകാരനായിരുന്നു ഞാൻ. 10ാമതേ കാവടിക്കൊക്കെ എന്തുമാത്രം നീളമുള്ള ശൂലമെന്നറിയാവോ? ഇത് നല്ല നീളമുള്ളതാ. അപ്പൊ ഇക്കൊല്ലത്തെ കാര്യവും ശരിയായി. ആരെയാണ് കുത്തേണ്ടത്? നിന്നെ കുത്തുന്നത്. എന്നെ? ശൂലം ഞങ്ങളിൽ ഒരാൾ എല്ലാ കൊല്ലവും കുത്താറുള്ള. ഈ പ്രാവശ്യം നീ മതി, പേടിക്കണ്ട, ഞങ്ങൾ നോവാതെ കുത്തിക്കൊള്ളാം. അയ്യോ, ഞാൻ കുത്തി കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കുത്തുന്നതും കുത്തി കൊടുക്കണൊക്കെ ഒന്ന് തന്നെയാണ്. അവസാന നിമിഷം വാക്ക് പറയരുത്. ഇനിയിപ്പോ വേറെ ആളെ അന്വേഷിക്കാൻ പറ്റൂല. അല്ല, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഒന്നും പറയണ്ട. കൃഷ്ണൻകുട്ടി, പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിയടാ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി ഇങ്ങോട്ട് അവിടെ നിൽക്കാൻ. എടാ കൃഷ്ണൻകുട്ടി അവിടെ നിൽക്കാൻ. എന്റെ പൊന്നു കൃഷ്ണൻകുട്ടി അവിടെ നിൽക്ക്. എടാ എന്റെ ബാങ്കിലെ പണി പോയടാ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി അവിടെ നിൽക്ക്. കൃഷ്ണൻകുട്ടി എന്റെ ബാങ്കിലെ പണി പോയടാ. ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. എടാ നിന്റെ പശു എന്റെ പണി കളഞ്ഞടാ. എടാ കൃഷ്ണൻകുട്ടി, ഞാൻ വഴിയാതാറായടാ. ഇതുവഴി ശൂലക്കാരൻ കടന്നുപോയോ? ഇവനിത് എവിടെ പോയി കിടക്ക? ഇതും ഒരു ശൂലമാണല്ലോ. അയ്യോ കൃഷ്ണൻകുട്ടി. ഓരോ ആചാരങ്ങളെ മനുഷ്യന് വേദനിക്കില്ലേ? ഇതെവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഇവിടുന്ന് തെക്കോട്ട് പോകുമ്പോ ഒരു പള്ളി കാണാം. അതിന്റെ എതിർവശത്തുള്ള ഫ്ലാറ്റിന്റെ 3ാമത്തെ ഫ്ലോറിലാണ്. എക്സ്പോർട്ടർ ആണെന്ന് അറിയില്ല. ഡേവിഡ് തരകൻ എന്നൊരാൾ അവിടെ താമസിക്കുന്നുണ്ട്. താങ്ക്സ്. ഇവിടെന്താ ഷൂട്ടിംഗ് ആണോ? ഷൂട്ടിംഗ് ഒന്നല്ല, ഒരാളെ യാത്ര അയക്കാൻ വന്നതാ. പെട്ടെന്ന് വിസ കിട്ടി. വിസയോ? വിസയുടെ പ്രശ്നത്തിനായി ഞാൻ ഡേവിഡ് തരകനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. തരകനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ തരകന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സാധാരണ രാത്രിയിലാണ് വരുന്നത്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇവിടെ നിന്നല്ലേ പോയത്. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന് ഒരു ഫുൾ ബോട്ടിൽ അടിച്ച് പിരുത്ത്. 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉടക്കാണ് പുള്ളി. ഇന്നലെ രാത്രിയിൽ എന്തൊരു ഉടക്കായിരുന്നു. തരകനെ കാണാൻ എന്നെ അനുവദിച്ചേ പറ്റൂ. ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. സാർ, താങ്ക് യു. ഒരു പേഴ്സും കിട്ടിയിട്ടുണ്ട് സാർ. എവിടുന്നാ? ഈ ലൈറ്ററും പേഴ്സുമാണ് സാർ ശവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയത്. തൊണ്ടി എടുത്തിട്ടാണോ സീർട്ട് കത്തിക്കാൻ തരുന്നത്? സാർ, ഓ സാർ, ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ താഴെ വന്നിട്ട് സാർ. പിടിക്കവനെ. സെബാസ്റ്റ്യൻ, എണ്ണാൻ തയ്യാറായിക്കോ? 1 2 3 4 ഇപ്പോഴല്ലോ. ശരി സാർ. കേറണോ? സാർ, ഈ ഡേവിഡ് തരകൻ. നീയോ? അന്ന് പോക്കറ്റടി, ഇന്ന് കൊലപാതകം. സെബാസ്റ്റ്യൻ, എനിക്കൊരു പ്രമോഷൻ. പറയടാ, തരകനെ കൊല്ലാൻ ആരാടാ നിന്നെ സഹായിച്ചത്? ഞാനല്ല കൊന്നത്. പിന്നെ ഞാനാന്നോടാ കൊന്നത്.
നീ അല്ലല്ലേ? അല്ല. സെബാസ്റ്റ്യ എണ്ണിക്കോ. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ മനസ്സിലായി അവൻ തന്നെയാ കൊലയാളിയെന്ന്? ഫിലോസഫിയെ കുറിച്ച് എനിക്ക് എന്തറിയാം? ഹ്യൂമൻ ഫിലോസഫിയാണ് ട്രെയിനിങ് സമയത്ത് ഞങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്. ഹ്യൂമൻ ഫിലോസഫി പഠിച്ചു കഴിഞ്ഞാൽ ഒരാളെ കണ്ടാൽ അറിയാം അയാൾ കള്ളനാണോ കൊലപാതകയാണോ എന്ന്. അതിന് സൈക്കോളജി എന്നല്ലേ ഡാഡി പറയാ? എന്നും പറയും. എങ്ങനെയാ ഡാഡി ഈ കില്ലറെ പിടിക്കുന്നത്? അബദ്ധത്തിന് ഞങ്ങൾ ഒരു മർഡർ സ്ഥലത്ത് എന്നാൽ ഫസ്റ്റ് മൂവ്മെന്റ് അറ്റ്മോസ്ഫിയർ സ്റ്റഡിയാണ്. ഡെഡ് ബോഡിയുടെ അടുത്ത് കത്തിയോ അങ്ങനെയുള്ള മാരകായുധങ്ങളോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കും. പിന്നെ വിരലടയോടെ എടുക്കും. അതോടെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊലയാളിയെ പിടിച്ചോണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? എടി നീ എവിടത്തെ കാര്യ? നാളെ രാവിലെ ഇവിടെ പത്രക്കാരെ കൊണ്ട് നിറയും തുമ്പില്ല തുമ്പില്ല എന്നും പറഞ്ഞ് 4 കാളം എഴുതും. എടി എന്ന് പറഞ്ഞാൽ CBI-ക്കാരെ എഴുതി തള്ളിയ 4 കൊലപാതക കേസിലെ പ്രതിയെയാ ഞാൻ പിടിച്ചത്. മന്ത്രി ഡൽഹിക്ക് വെറുതെ പോയിരിക്കുക. ഇല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞേനെ. CI അറിയുമ്പോ ഒന്ന് ചമ്മും. പുള്ളിക്കാരെ ഒത്തിരി മഞ്ഞുണ്ടതായി ഈ കേസ് കണ്ടുപിടിക്കാൻ. ദേ പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല. CI അദ്ദേഹം. ഹലോ. അതെ സാർ. വായിലുള്ള താനാദ്യം വിഴുങ്ങടോ. വിഴുങ്ങി സാർ. ആ പ്രതി എവിടെയോ? കസ്റ്റഡിയിലുണ്ട് സാർ. ആരുടെ കാര്യം താനീ പറയുന്നത്? കൊലയാളിയുടെ കാര്യം മിസ്റ്റർ കൃഷ്ണൻകുട്ടി 4 പേരെ അവൻ തന്നെ കൊന്നു സമ്മതിപ്പിച്ചു സാർ. യഥാർത്ഥ പ്രതിയെ പോണ്ടിച്ചേരി വെച്ച് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ കൃഷ്ണൻകുട്ടി അവനെ ലോക്കപ്പിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. അതറിഞ്ഞിട്ടാ തന്നെ വിളിക്കുന്നേ. വേഗം വല്ല മെഡിക്കൽ കോളേജിലോ വെല്ലൂർക്കോ കൊണ്ടുപോയിക്കോ. അവന്റെ കാറ്റ് പോയാ തന്റെ തൊപ്പി തെറിക്കും. ഞാനിപ്പോ എന്ത് ചെയ്യണം സാർ? ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യിക്ക്. ശരി സാർ. പ്രമോഷന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്? അല്ല, പിന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ. ആരുടെ? എന്റെ. ഇപ്പൊ വെല്ലൂരോട്ട് കെട്ടിയെടുക്കണോടി. നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇനി ഗുളിക തിന്നിട്ട് മതി ബണ്ണ്. സിസ്റ്റർ, ഇത് എന്തിനുള്ള മരുന്നാ? വേദനയ്ക്കുള്ള മരുന്നാ. വിശപ്പ് കുറക്കാനുള്ള വല്ല മരുന്ന് നീ കൊടുക്ക്. 13 ബണ്ണും 27 ചിങ്ങമ്പഴം തിന്നു കഴിഞ്ഞ് ഒരു ചിക്കൻ ബിരിയാണി കൂടി ആളെ വിട്ടിട്ടുണ്ടേ. കൃഷ്ണമോനെ. കൃഷ്ണമോനെ, ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്നാൽ മനസ്സ് മുരടിച്ചു പോകും. എഴുന്നേറ്റേ എഴുന്നേറ്റേ. എങ്ങനെ എഴുന്നേക്കാനാ? ഇവന്റെ അസ്ഥി മുഴുവൻ ഒടിച്ചു നുറുക്കി കളഞ്ഞില്ലേ? ഇനി കിടക്കുന്ന എഴുന്നേക്കുന്നു തോന്നണില്ല. ഒക്കെ സമയദോഷം അല്ല എന്ത് പറയാ. അല്ല പിന്നെ ആ സമയത്ത് കൃഷ്ണമോൻ അവിടെ വരാനും ഞാൻ അവിടെ ചെല്ലാനും എന്നെ കാണാനും. അല്ല ഞാൻ ഓർക്കുകയായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്തോ മുജ്ജന്മ ബന്ധമുണ്ട്. അല്ല പിന്നെ ഇങ്ങനെ വരുമോ? കൃഷ്ണമോനെ, നീ എത്ര തവണയാ ലോക്കപ്പി വന്നത്? മുൻജന്മ ബന്ധം തന്നെ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വണ്ടിക്കാളയും സാറ് വണ്ടിക്കാരനുമായിരുന്നു. അതുകൊണ്ടല്ലേ സാറ് കാണുമ്പോ എന്നെ എടുത്തിട്ട് ഇടിക്കുന്നത്. അയ്യോ, പറ്റിയതൊക്കെ പറ്റി. ഇനി എങ്ങനെ പറയരുത്. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക് പോവും മോനെ. ഇത് വെച്ചോ. എന്നിട്ട് പോയി ചവനപ്രാശമോ അജമാംസ രസായനമോ എന്തെങ്കിലും മേടിച്ച് കഴിക്കുക. ശരീരം ഒന്ന് പുഷ്ടിപ്പെടട്ടെ. സാറേ, 6 മാസം ഈ കിടപ്പ് കിടക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞുകൂടാൻ ഒരു ഗതിയുമില്ല. മോനിയ നല്ലൊരു ജോലി മേടിച്ചു തരുന്നുണ്ട്. എന്ത് ജോലിയായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത്? വല്ല ദേഹെണ്ണ ഉണ്ടാക്കുന്നതാണോ? ഹേയ്, നല്ല മാന്യതയുള്ള 4 അക്ക ശമ്പളമുള്ള ജോലി. ഇവിടെ ഇവിടെ ഞാൻ ആളുമാറി ഇടിച്ച കാര്യം ആരോടും പറയരുത്.